വണ്ടിപ്പെരിയാറിലെ ടാക്സി തൊഴിലാളിയെ സ്വകാര്യ ബസ് ജീവനക്കാരൻ കുമിളിയിൽ വെച്ച് മർദ്ദിച്ചതിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സ്വകാര്യ ബസ് വണ്ടിപ്പെരിയാറിൽ തടഞ്ഞ് വിശദാംശങ്ങൾ ആരാഞ്ഞതിൽ വാക്കേറ്റം. വണ്ടിപ്പെരിയാർ പോലീസ് എത്തി രംഗം ശാന്തമാക്കിയതോടെയാണ് തൊഴിലാളികൾ പിരിഞ്ഞുപോയത്. സംഭവം ദേശീയപാതയിൽ ഗതാഗതം തടസ്സത്തിനും കാരണമായി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ കുമിളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീത്തോ വാഹന ഡ്രൈവർ എഡ്വേർഡിനെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ കണ്ടക്ടർ കുമിളിയിൽ വെച്ച് മർദ്ദിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ടാക്സി ജീവനക്കാരനായ എഡ്വേർഡ് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. ഇതേസമയം ആശുപത്രിയിലെത്തിയ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപാണ് ടാക്സി ജീവനക്കാരനെ മർദ്ദിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തുകയും ബസ് ജീവനക്കാരനോട് മർദ്ദന കാരണം അന്വേഷിക്കുകയും ചെയ്തത്. ഇതോടെ സംഭവം വാക്കേറ്റത്തിനും നേരിയ സംഘർഷത്തിനും കാരണമാവുകയും ചെയ്തു. വാക്കേറ്റം സംഘർഷാവസ്ഥയിലേക്ക് കടന്നതോടെ സംഭവം അറിഞ്ഞ വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി ഓട്ടോ ടാക്സി തൊഴിലാളികളെയും ബസ് ജീവനക്കാരെയും അനുനയിപ്പിച്ച് പിരിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സത്തിനും കാരണമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.